ഇതുവരെ ഞാൻ പുരുഷന്മാർക്ക് വേണ്ടി പോരാടുന്ന പോരാളിയോ അല്ല അങ്ങനെയുള്ള ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ വ്യാജ പരാതികളുമായി മുന്നോട്ട് വരുന്ന ആൾക്കാർക്കെതിരെ പോരാടുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഞാനുണ്ടാവും. കാരണം ഞാനൊരു ഇരയാണിന്ന്. കാരണം വ്യാജ പരാതിയിൽ ഞാൻ ഇന്ന് ഒരു അതിജീവിതനാണ്. ഈ ഒരു വാക്ക് എന്നോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ. തീർച്ചയായിട്ടും അതിന് വലിയൊരു കയ്യടി കേട്ടോ. കാരണം അതിജീവിത എന്നൊരു വാക്ക് ഇന്ന് വരെയുള്ള ഡിക്ഷണറിയിൽ ഉള്ളായിരുന്നു. അതിജീവകൻ ഇവിടുന്ന് വന്നു. അല്ല, അത് തീർച്ചയായും ഈ അനുഭവങ്ങളിൽ നിന്നാണ് ഒരു അതിജീവിതൻ ഉണ്ടാവുന്നത്. അതായത് അതിജീവിക്കുക, സർവൈവ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ അതിജീവിത എന്ന വാക്ക് വന്നത്. അത് വളരെ ബഹുമാനിക്കേണ്ട ഒരു വാക്കാണ്. ഒരു പെൺകുട്ടി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയും അവൾ ആ വേദനയ്ക്ക് അതിജീവനം നടത്തുകയും ചെയ്യുമ്പോഴാണ് അതിജീവിതയാകുന്നത്. അതേ അതിജീവിത ചെയ്ത അതേ കാര്യമാണ് അതിജീവിതനായ മുകേഷൻ ചെയ്തത്. വ്യാജ പരാതി വന്നു, അതിൽ വിഷമിച്ചു, അതിനെതിരെ പോരാടി. ഒരുപക്ഷെ പോക്സോ കേസുകളിൽ പൊതുവെ കാണാത്ത രീതിയിൽ ജഡ്ജി പ്രഥമ ദൃഷ്ടിയ ഇദ്ദേഹത്തെ വ്യാജമായിട്ടാണ് ഡ്രാഗ് ചെയ്തത്. കൃത്യം വരി കോട്ട് ചെയ്താൽ ഫോൾസ്ലി ഡ്രാഗ്ഡ് ഇൻ എന്ന് പുള്ളിക്ക് ജാമ്യം കൊടുത്ത വിധിന്യായത്തിൽ എഴുതി വെച്ചു. അത് വളരെ റേറാ, പ്രത്യേകിച്ച് ലീഗൽ സർക്കിൾസിൽ റേറാ. കാര്യം ആദ്യമേ ജഡ്ജി പറയുകയാണല്ലോ പുള്ളി നിരപരാധിയാണ്. അപ്പം അത് വലിയൊരു സ്റ്റെപ്പാണ്. ഇനിയും ഭാവിയിൽ പോകുന്നവർക്ക് മുകേഷ് നായരുടെ കേസിൽ പറഞ്ഞതുപോലെ എനിക്കും കൂടി വേണം എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അതിജീവിതനായി ഇനിയും ഒരുപാട് പുരുഷന്മാർ വ്യാജമായി പെടുമ്പോൾ അവർക്കൊരു പിന്തുണയായി സപ്പോർട്ടായി മുകേഷിന്റെ കേസ് മാറട്ടെ. അതൊരു ലീഗൽ നാഴികക്കല്ല് അല്ലെങ്കിൽ ഒരു ലീഗൽ മൈൽ സ്റ്റോൺ ആയി ഓൾറെഡി മാറും. ഇനി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു മൈൽ സ്റ്റോൺ ആയി മാറും. ഒരുപക്ഷെ രാഹുൽ ഈശ്വർ മുകേഷൻ നായരുടെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിരുന്നു ഈ വ്യാജപരാതി വന്നിരുന്നെങ്കിൽ ആത്മഹത്യയല്ലേ പറ്റൂ? വലിയ ആലോചിച്ച് നോക്കുക വെറുതെ. അതായത് മുകേഷിന്റെ കേസ് നമുക്ക് ആ സംഭവിച്ചത് നോക്കുക. നമ്മൾ ഓഫീസിൽ പോയി, അപ്പൊ മുകേഷ് ബ്രാൻഡിങ്ങിലുള്ള ആളാണ്, മീഡിയയിലുള്ള ആളാണ്. നമ്മളൊരു ഓഫീസിൽ പോയി കുറച്ചു പേരോട് ഒരു പാർട്ടിയിൽ പങ്കെടുത്തു. 2 മാസത്തിന് ശേഷം അവിടെ നമ്മൾ പോയി ഒരു കുട്ടിയോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞ് പോക്സോ കേസിൽ പ്രതിയായി. നമ്മൾ എന്ത് ചെയ്യും? ഇത് ഈ ഡൈലമ ഫേസ് ചെയ്ത ആളാണ്. ഒരു പോക്സോ കേസ് നമുക്കെതിരെ വരുമ്പോഴാണ്, നമ്മുടെ എല്ലാം വീട്ടിൽ കുട്ടികളും മക്കളും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ മക്കളുടെ മുഖത്തേക്ക് നോക്കാൻ, വൈഫിന്റെ മുഖത്തേക്ക് നോക്കാൻ, അമ്മയുടെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കാം, വീട്ടിലുള്ള മുതിർന്നവരുടെ മുഖത്തേക്ക് നോക്കാൻ മടിയാവും. മുകേഷിനും അത് തന്നെ ഉണ്ടായിക്കാണും. ആ ഒരു ചമ്മൽ, മടി. ഇനി നാട്ടുകാർ എന്ത് പറയും? ഇപ്പൊ എനിക്ക് എന്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോ ഇപ്പൊ അവന് 8 വയസ്സേ പ്രായമായുള്ള ഒന്നും കുഴപ്പമില്ല. നാളെ അവനൊരു 15 വയസ്സോ 18 വയസ്സോ ആകുമ്പോൾ അവൻ കോളേജിൽ പോകുമ്പോ അച്ഛനെ പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തല്ലേ എന്ന് ചോദിക്കുമ്പോ അവനുണ്ടാകുന്ന വേദന എത്ര മാത്രമാണ്. മുകേഷൻ നായർ ആ ഒരു അനുഭവം എന്തുവായിരുന്നു? അല്ല, എനിക്ക് ഇതെങ്ങനെ അറിഞ്ഞത്? ശരി, അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഇനോഗ്രേഷനുമായിട്ട് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ദുബായിലായിരുന്നു. ആ സമയത്താണ് ഞാൻ തന്നെയാണ് എന്റെ വാർത്ത ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ തന്നെ പോക്സോ കേസ് കുറച്ചാൾ മുമ്പ് ഒരു ബ്ലോഗർ എന്തോ ഒരു സാധനം, കാരണം കോമ്പറ്റേറ്റീവ്ലി എന്നിൽക്കാൾ ഒരുപാട് താഴെ നിൽക്കുന്ന ബ്ലോഗർ എന്തോ ഒരു വീഡിയോ ഇട്ടിരുന്നു. കാരണം പുള്ളി ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറയാം. അപ്പം ഞാനത് വലിയ കെയർ ചെയ്തിരുന്നില്ല. പക്ഷേ ഇങ്ങനൊരു വാർത്ത ചാനലിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടലാണ്. ഇതെങ്ങനെ ഒരു കേസാവും? 10-20 മോഡൽസിനോടൊപ്പം ഞാനൊരു ഷൂട്ടിൽ പങ്കെടുക്കുന്നു. ഞാൻ ഓർഗനൈസ് ചെയ്ത ഷൂട്ടല്ല, എന്നെ ഗസ്റ്റായിട്ട് വിളിച്ച് ഞാൻ പ്രൊമോഷൻ ചെയ്യാനായിട്ട് കൃത്യമായി എനിക്ക് പൈസ തന്നിട്ട് ഞാൻ പോകുന്ന ഒരു ഷൂട്ടാണ്. ഞാൻ പോയി അഭിനയിച്ചു, കാശ് മേടിച്ചു, ഞാൻ തിരിച്ചു പോകുന്നു. ഒരുപക്ഷെ ഇത്രയും പ്രൊമോഷനും ഇത്രയും ബ്രാൻഡ് കൊളാബും ചെയ്തില്ലായിരുന്നു ഈ ഒരു കേസ് വരത്തില്ല, ഒരിക്കലും വരില്ല. ഇതാണ് അവരുടെ പ്രശ്നം. മറ്റുള്ളവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മുകേഷ് നായർ 1000-ലധികം ഇനോഗ്രേഷൻ ചെയ്തു, 2500-ലധികം മറ്റേ ബ്രാൻഡ് കൊളാബറേഷൻ ചെയ്തു. അതെല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡ്സ്, എല്ലാം ചെറിയ ബ്രാൻഡുകളൊന്നുമില്ല. ഇപ്പം അദാനി എൻ്റെ ക്ലയന്റ് ആണ്. ഇപ്പോൾ ഒരുപാട് ഇപ്പം യൂറോ സ്പിരിറ്റ്സ്, യൂറോപ്പിലെ ഏറ്റവും വലിയൊരു മദ്യ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി. അപ്പോൾ അവരുടെയൊക്കെ ബ്രാൻഡിങ് നമ്മുടെ ജോലിയാണ്, അത് ബ്രാൻഡിങ് ചെയ്യാന്ന് പറയുന്നത്. ഒരുപാട് കമ്പനികൾ, 2500-ഓളം ബ്രാൻഡുകൾ എൻ്റെ ക്ലയൻസ് ആണ്. ഇത് കാണുമ്പോൾ ചെറുകിട സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിന് ഫ്രസ്ട്രേഷൻ ഉണ്ടാവാം. അതിൽ നിന്ന് ഇത്രയും വലിയൊരു കേസിലേക്ക് എന്നെ വലിച്ചെഴുക്കപ്പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥിതിയുണ്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ സംസാരിക്കണം. കാരണം ഞാനിപ്പോൾ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ദ ലോ, എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റും, ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഇപ്പം നമ്മുടെ അറിയാലോ, IPC മാറി ഇപ്പം അതാണല്ലോ. അപ്പൊ ആ ഒരു പുസ്തകത്തിൽ അന്നും ഇന്നും ഒരൊറ്റ വാക്യം മാത്രം ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പറയാൻ പറ്റും: 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാൽ പോലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പറ്റില്ല. കാരണം നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവന് ന്യായം ലഭിച്ചിരിക്കും. ഒരു പക്ഷേ കുറച്ച് ലേറ്റ് ആവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കോടതി എന്നെ ഫേക്ക്ലി വലിച്ചഴിച്ചെന്ന് കണ്ടെത്തി. പക്ഷേ മറ്റു ചിലർക്ക് കുറച്ച് സമയം എടുക്കുമായിരിക്കും.